പറയുന്നത് നമ്മളെല്ലാവരും ഈ 2025 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും അല്ലെ. ഞാൻ ഈ വർഷം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് എത്ര പേര് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെ, എത്ര പേർക്ക് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്? അതൊന്നും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടോ. അപ്പൊ ജൂൺ കഴിഞ്ഞ് ജൂലൈ സ്റ്റാർട്ടായി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇനി നമുക്ക് അങ്ങോട്ടൊരു 6 5 മാസം മാത്രമേ ഉള്ളൂ. ഈ മാസത്തിനുള്ളിലാണ് നമ്മൾ ഈ ആദ്യം എടുത്ത ഒരു തീരുമാനം നമുക്ക് നടപ്പിലാക്കാനുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാവരും ആദ്യം എടുത്തു ഒരാഴ്ച, ചിലപ്പം ചില ആൾ 1 മാസം 2 മാസം ഒക്കെ കൊണ്ടുപോയിണ്ടാവും. ചിലപ്പോൾ നമ്മൾ എടുത്ത എല്ലാ തീരുമാനങ്ങളും കൊണ്ടുപോയില്ലെങ്കിലും ഒന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അതിൽ ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ എന്റെ ലൈഫിലും അങ്ങനെ തന്നെയാട്ടോ. ഞാനും ഇപ്പോഴും ഇരുന്നൊന്ന് ചിന്തിച്ചതാണ്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇനിയും ചെയ്ത് തീർക്കും എന്ന് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനവിടെ പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ അതിൽ സീരിയസ്നെസ് ആയിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ അങ്ങനെയുള്ളവർക്കാട്ടോ. നിങ്ങളിൽ ആരൊക്കെയാണ് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു, അതിൽ പലതും നിങ്ങൾ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ചിലതൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി കൊണ്ടുപോകുന്നുണ്ടാവും, ചിലതൊക്കെ നിങ്ങൾ തീരെ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇനി ഈ വർഷം തികയാൻ ആകെ 6 മാസമല്ലോട്ടോ. ശരിയാണ്, ഈ വർഷം കഴിഞ്ഞാൽ ഇനി 2026 27 എല്ലാം വരാനുണ്ട്. പക്ഷേ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഈ വർഷത്തിനുള്ളിൽ നമ്മൾ തീർക്കുമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് ചെയ്ത് തീർക്കുന്ന കേട്ടോ ഒരു നല്ല ഗുണമുള്ള സ്വഭാവമുള്ള ആൾക്കാരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനം എടുത്താലോ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു തീരുമാനം എടുത്താലോ, ഒരു ചാലഞ്ച് ആയിട്ട് എടുത്താലോ. ഞാൻ എടുക്കാൻ പോവാട്ടോ. എന്റെ ലൈഫിൽ ഞാൻ ഇപ്പം ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നാൽ ഞാൻ ചെയ്യാതെ ഇട്ടു പോയിട്ടുള്ളത്, അത് ഞാൻ ഇനി എങ്ങനെയാണ് അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പോകുന്നതും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ. എപ്പോഴും നമുക്കൊരു കാര്യം ഹാബിറ്റ് ആണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ നമ്മളിപ്പോ ഒരു തീരുമാനം, ഇന്നിപ്പോ ഒരു തീരുമാനം ഫസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ടാവുക, ചിലപ്പോൾ ഞാൻ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നൊക്കെ ആയിരിക്കും. പക്ഷെ അത് നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ടാവില്ല, അടുത്ത ഒരാഴ്ച ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ജിമ്മിൽ പോകുന്നൊക്കെ ആയിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് സമയം ചെയ്തിട്ടുണ്ടാവും, പിന്നെ നമ്മളത് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഇട്ടവരായിരിക്കും അധികം പേരും ഒരുപാട് കാര്യങ്ങളിൽ. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഡ്രീം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് പ്രയത്നിച്ചിട്ടുണ്ടാവും, പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ നമ്മൾ വിചാരിക്കും നമുക്ക് ദൈവം ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും ദൈവം ചെയ്തു തരുന്നില്ല എന്ന്. നമ്മൾ സ്വപ്നം കാണും, പക്ഷെ നമുക്കത് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ പ്രയത്നിക്കും കേട്ടോ. പിന്നെ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രയത്നിക്കുവോ അത്രത്തോളം നമുക്ക് വഴികൾ അവിടെ എവിടെയും തുറന്നു തരും. അതിലൂടെ നമുക്ക് പോകാൻ പറ്റും, ആ ഗോളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അല്ലാതെ നമ്മൾ കുറച്ച് പ്രയത്നിച്ചിട്ട് അയ്യോ മതി, ഇനി എനിക്ക് ഒന്നും ദൈവം തരുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഇട്ട് കളയല്ല. അപ്പൊ നമ്മുടെ അടുത്ത് എന്തൊക്കെ തീരുമാനങ്ങളാണോ അത് നല്ല രീതിയിൽ ഇനിയുള്ള 5 മാസം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ കൈവരിക്കാം എന്നാട്ടോ ഞാൻ ഇതിൽ പറയാൻ പോണത്. അപ്പൊ ഞാൻ ചെയ്യാൻ പോണത്, നമ്മളെല്ലാവരുടെ ലൈഫിൽ ആദ്യം വേണ്ടുന്നത് ഹാബിറ്റാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ഹാബിറ്റായിട്ട് വെക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെ ലൈഫിൽ വേണ്ടുന്ന ഹാബിറ്റുകൾ നമുക്ക് മസ്റ്റായിട്ടും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാവാൻ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ പ്ലാൻസിന് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വരുത്തേണ്ട ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോണത്. ഈ ഹാബിറ്റ്സ് ഞാൻ ചെയ്യാൻ പോണതും ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ നമ്മള് ജനുവരി 1 കുറച്ച് തീരുമാനങ്ങൾ എടുത്തു, പക്ഷെ അതൊന്നും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെ. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ എല്ലാം കൂടെ ഒന്നര പടയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഞാൻ എടുത്തത് പറയാട്ടോ. ഞാൻ മോർണിംഗിൽ അത്യാവശ്യ സമയത്തിൽ എഴുന്നേക്കെങ്കിലും വളരെ നേരത്തോടെ എഴുന്നേറ്റിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ അത് ചെയ്തിട്ടില്ല. അത് കുറച്ചൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ജീവിതത്തിന്റെ തിരക്കും ഉണ്ട് കേട്ടോ. അതേപോലെ എക്സസൈസും ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ തോന്നുന്നു എന്റെ ഫോക്കസ്, എന്റെ ഗോൾ എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ അത്രയും ഫോക്കസ് വെക്കണം എന്ന് ഞാൻ തീരുമാനിച്ച കാര്യം ഞാൻ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ ഇച്ചിരി നേട്ടങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കുറെ കാര്യങ്ങൾ എൻ്റെ ഇത് പെൻഡിങ്ങിലാണ്. കാരണം എൻ്റെ ലൈഫിന്റെ സാഹചര്യം കൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളുടെ ആവശ്യങ്ങൾ ഒരുപാട് ഹാബിറ്റ്സ് ആട്ടോ. എനിക്ക് മോർണിംഗിൽ എഴുന്നേക്കാന്നുള്ള ഹാബിറ്റ്സ്, എക്സസൈസ് എന്ന് പറയുന്ന ഹാബിറ്റ്സ്, അതേപോലെ എന്റെ ഗോൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് ആയിട്ട് വന്നാൽ മാത്രമേ അത് മൂവ് ഓൺ ചെയ്ത് പോകുള്ളൂ. അല്ലാതെ നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് കുറച്ച് സമയം കൊണ്ടുപോയി അവിടെ സ്റ്റക്ക് ചെയ്തിട്ട് ഞാൻ അതൊരിക്കലും ഹാബിറ്റ് ആവില്ല. ഹാബിറ്റ് ആവണം നമ്മൾ കുറച്ച് സമയം അത് കൊണ്ടുപോകണം. ഈ ജനുവരി 1 തന്നെ ഇതെല്ലാം കൂടെ ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്റെ ഗോള്, എന്റെ ഈ ജീവിതത്തിന്റെ ഇടയിൽ എനിക്ക് ഈ ഒരു ചാനൽ നല്ലോണം നോക്കണം, അതിന്റെ ഇടയ്ക്ക് രാവിലെ എഴുന്നേക്കണം, അതിന്റെ ഇടയ്ക്ക് എക്സസൈസ് ചെയ്യണം. ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചായപ്പോഴാണ് എനിക്കും ഇതൊരു ബേർഡൻ ആയിട്ടും, അല്ലെങ്കിൽ ഇതെനിക്ക് അത്ര സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സമയവുമില്ല, സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിലെത്തി. അതിനുശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഞാൻ ഇത് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്റെ കാര്യം ഞാൻ ഈ ചെയ്യാൻ പോണത് ഇനി വരുന്ന 5 മാസം 6 മാസത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഓരോ മാസമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത് ഓരോ ഹാബിറ്റ്സ് ആട്ടോ. നിങ്ങൾക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഇത് ഇട്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ എടുത്തൊരു തീരുമാനം എടുത്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പോലെ തന്നെ ആയിരിക്കാം. എല്ലാം കൂടെ ഒന്നിച്ചൊന്നും വലിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോരോ ഹാബിറ്റായിട്ട്
ഓരോ മാസമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് 2025 നിർത്താനല്ല കേട്ടോ, പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ജേർണിയിലും ഇനിയത്തെ ഒരു ജനുവരി എത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാന്നല്ലാതെ ഒരു പുതിയ ഒരു തീരുമാനം എടുക്കാൻ ഒരു ഇട വരാത്ത രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു ഹാബിറ്റ്സിനെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാം. ഇപ്പം ഫസ്റ്റ് മാസം നിങ്ങൾ എന്ത് ഹാബിറ്റ് ആണോ എടുക്കുന്നത് അത് സെക്കൻഡ് മന്തിലും അത് കണ്ടിന്യൂ ചെയ്തിട്ടാണ് സെക്കൻഡ് മന്തിൽ അത് പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഭാഗമായി, അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബേർഡൻ അല്ല, ഒരു ഭാഗമായി അതിന്റെ കൂടെയാണ് നിങ്ങൾ അടുത്തൊരു കാര്യം തുടങ്ങുന്നത്. അപ്പൊ എല്ലാം ഇങ്ങനെ ചെയിൻ പോലെ സ്മൂത്ത് ആയിട്ട് പോവാ എന്നുള്ള രീതിയിലാട്ടോ ഞാൻ എന്റെ ചാലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലും ഈ ഒരു നല്ലൊരു ഹാബിറ്റ്സുകൾ കൊണ്ടുവരാനും ഒരു ബിഗ് ചേഞ്ച് കൊണ്ടുവരാനും പറ്റൂ കേട്ടോ. ഫോളോ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ എന്റെ ഹാബിറ്റ് എന്ന് പറയുന്നത്, അല്ലെ ലൈഫിലേക്ക് നമ്മൾ എടുക്കുന്ന ഹാബിറ്റ് എന്ന് പറയുന്നത് മോർണിംഗിൽ എഴുന്നേക്കാന്നുള്ളതാട്ടോ. അത് നിങ്ങൾക്ക് അങ്ങനെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും ലൈഫ് സ്റ്റൈല് ഭയങ്കര ഓട്ടപ്പച്ചലായിരിക്കും. നമ്മൾ രാവിലെ തന്നെ ഭയങ്കര ഹറിബറിയായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിനനുസരിച്ച് എഴുന്നേക്കലല്ല. നിങ്ങൾ അങ്ങനെ എഴുന്നേക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ലൈഫിന് ഭയങ്കര റിലാക്സ് കിട്ടാനും നിങ്ങൾ റിലാക്സ് ആയിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ഭയങ്കര സുഖമുള്ള ഒരു മോർണിംഗ് ആവാൻ വേണ്ടിയിട്ടാട്ടോ പറയണത്. അപ്പൊ നിങ്ങൾ എഴുന്നേക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ എഴുന്നേക്കാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂറിന് മുന്നേ എഴുന്നേക്കാൻ തീരുമാനിക്കുക. ആ സമയങ്ങളിൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എഴുന്നേക്കാൻ വേണ്ടി തീരുമാനിക്കുക. നമ്മൾ ഏത് സമയത്താണോ എണീക്കുന്നത്, ചില സമയത്ത് നമ്മൾ ഒരു 8 മണിയാകുമ്പോൾ പോകേണ്ട ആൾ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഓടിച്ചാടി എല്ലാ കാര്യം ചെയ്യുന്നുണ്ടാവും. അങ്ങനെയല്ല, എഴുന്നേറ്റ് റിലാക്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്യാം കേട്ടോ. അത് എങ്ങനെ വേണമെങ്കിലും എഴുന്നേക്കാം. ഈ മോർണിംഗിൽ എഴുന്നേറ്റിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിക്കുന്ന കാര്യമാണെങ്കിലും ഇനി എന്തായിക്കോട്ടെ, ഒരു സാധാരണ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പീസ്ഫുൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സമാധാനത്തോടെ ചെയ്യാൻ, നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വേണ്ടുന്ന രീതിയിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിന് ഒരു വലിയ മുതൽക്കൂട്ടാട്ടോ. നമ്മുടെ ക്യാരക്ടറിനാണെങ്കിലും നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ഒരു ഹാപ്പിനെസ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനും എല്ലാം വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മോർണിംഗിൽ എഴുന്നേക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഹാബിറ്റ് കേട്ടോ. ഇത് ഈ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവാ. ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ രണ്ടാമത് പറയുന്ന കാര്യം തൊട്ട് ചെയ്താൽ മതി. അങ്ങനെയല്ല, നിങ്ങൾ അധികം റിലാക്സ് ഒന്നും ചെയ്യാതെ പഠിച്ച് പിടിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹാബിറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രാവിലെ എഴുന്നേക്കുക. അത് നിങ്ങൾ എഴുന്നേക്കുന്ന സമയത്തിനേക്കാൾ കുറച്ച് മുമ്പായിട്ട് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഈ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല, റിലാക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങളുടെ നാളത്തേക്കുള്ള. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും, നിങ്ങൾ ഒരുപാട് അംബീഷൻസ് ഒക്കെ വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതൊക്കെ മൂവ് ഓൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിലൊന്നും എവിടെ എത്തപ്പെട്ടിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അതൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു സമയം നിങ്ങൾക്ക് അതിനായിട്ട് തിരഞ്ഞെടുക്കാട്ടോ. നിങ്ങളുടെ ഫ്രഷ് ആയിട്ടുള്ള മൈൻഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക. ആദ്യത്തെ ഒരു മാസത്തില് നിങ്ങൾക്ക് ഒരു സമയത്തിനുള്ളിൽ ഹാബിറ്റ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കുന്നതൊക്കെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ ചെയ്യാവുന്ന കാര്യം കേട്ടോ ഈ രണ്ടാമത് പറയുന്നതും. അതൊരു രണ്ടാമത്തെ മാസം തന്നെ എടുക്കണമെന്നൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം. ചില ആൾക്കാർക്ക് ഒരു ഹാബിറ്റ് അതായി വരാൻ വലിയ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇപ്പൊ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ എഴുന്നേക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റ് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ആയി വരാൻ 21 ദിവസമൊക്കെ എടുക്കുന്നതാണ് കണക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ അതിൽ ആ ഒരു മോർണിംഗ് ടൈം നിങ്ങൾക്ക് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ അതിൽ യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ചിന്തിക്കാം കേട്ടോ. നിങ്ങൾ ഈ രാവിലെ ഉള്ള സമയത്തായിക്കോട്ടെ ഇനി ഏത് സമയത്തായാലും നിങ്ങൾക്ക് ചിന്തിക്കാം. രണ്ടാമത് പറയാനുള്ള കാര്യം, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രം നമുക്ക് സ്വപ്നം കിട്ടില്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് പേരുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ നേടി ഒരുപാട് സ്ഥലങ്ങളിലെത്തി. അവരുടെയൊക്കെ ജീവിതം വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവരുടെ ഓരോ ഗോളും അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാന്നുള്ളത്, പ്ലാനിങ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിത് പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്കത് രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലാൻ ചെയ്യുക. ഈ ഒരു സമയം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നമ്മുടെ ഡ്രീമിനെ. നമ്മൾ അവിടെ എത്തും, നമുക്ക് അങ്ങനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആകും എന്നൊക്കെയുള്ളത്. അത് നമുക്ക് എന്തായിക്കോട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾ എന്തായിക്കോട്ടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹായിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ആ ബിസിനസ് ഉയരങ്ങളിലേക്ക് എത്തും, അത് ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോകും എന്നൊക്കെ രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനും സ്വപ്നം കാണാനും അതോടൊപ്പം തന്നെ അത് നിങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കി കൊണ്ടുവരേണ്ടതെന്നുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിന്തിക്കാൻ മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ഓരോരോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വരിക. അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം. അല്ലാതെ എന്താണ് എൻ്റെ ഗോള്, ഈ വർഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഗോള് ഇതാക്കി, പക്ഷെ ഇതൊന്നും മൂവ് ഓൺ ചെയ്യില്ല. നിങ്ങൾ പ്രവർത്തിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നും വരില്ല. നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ കൂടെ തന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്ന കാര്യമാണ് എക്സസൈസ് എന്ന്. പലരും അത് ചെയ്യുമെന്ന് വെച്ചിട്ട് സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. ഞാൻ അതിന്റെ വളരെ വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് എക്സസൈസ് ചെയ്യണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, പക്ഷെ ഞാൻ റെഗുലർ ആയിട്ട് ചെയ്യുന്നില്ല. ചെയ്യാറുണ്ട്, പക്ഷെ റെഗുലർ ആയിട്ട് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ വേറെ വരിക, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം. ഇത് കാരണം എനിക്ക് സ്റ്റക്കായി പോവാണ്. പക്ഷെ ചെയ്യും, പിന്നെ പോവും, പിന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ് എക്സസൈസിന്റെ കാര്യമുള്ളത്. ഇതെനിക്ക് മസ്റ്റ് ആയിട്ടും ഇനിയുള്ള ഒരു 6 മന്ത് കണ്ടിന്യൂ ആയിട്ട് പോകണമെന്നുണ്ട്. 6 മന്ത് അല്ല, ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ അത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു വാഞ്ച ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. ഞാൻ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് അന്നേരം ഒരു ഗോൾ ഉണ്ടായിരുന്നു, വെയിറ്റ് ലോസ് സംഭവിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞ ആ സമയത്ത് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു എക്സസൈസ് എന്ന് പറയുന്നത്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് അല്ല കേട്ടോ. എക്സസൈസ് എന്ന് പറയുന്നത് വെയിറ്റ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അവരുടെ ഡെയിലി ലൈഫിൽ വേണ്ടുന്ന ഒരു കാര്യമാണ് എക്സസൈസ് എന്നുള്ളത്. പക്ഷെ പൊതുവെ എല്ലാവരും വെയിറ്റ് ലോസ് ചെയ്യാനും അതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് എക്സസൈസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ലോസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എനിക്ക് എക്സസൈസ് റെഗുലർ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഹെൽത്തിന് ഭയങ്കര മോശമാണെന്ന് തോന്നുന്ന സമയം, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായ സമയത്ത് എനിക്ക് എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 1 അവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിലാണ് ബുദ്ധിമുട്ട് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഹാബിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി ആയി, അത് കഴിഞ്ഞു. പിന്നെ എനിക്ക്, ഞാൻ പറഞ്ഞില്ല, ആ ഒരു 1.5 വർഷത്തോളം അതിൽ നിന്നേ ഞാൻ വിട്ടു നിന്നപ്പോൾ പിന്നീട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയി. ഇപ്പൊ ഭയങ്കര സ്ട്രഗ്ലിംഗ് മോഡിലൂടെ പോണത്. പക്ഷേ ഇതൊരു ഹാബിറ്റ് ആക്കുകയാണെങ്കിൽ, അതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്, ഹാബിറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര വീക്ക് ആയിരിക്കും. നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ അത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഒരു ഒരു ഉണ്ടാവില്ലേ, അത് മസ്റ്റ് ആയിട്ട് ഉണ്ടാവും ഹാബിറ്റ് ആക്കുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും എക്സസൈസ് ഹാബിറ്റ് ആക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഞാൻ എന്തായാലും റെഗുലർ ആയിട്ട് 1 മന്ത് ഇത് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ 1 മന്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ചിന്തിച്ച് ചെയ്യുമ്പോൾ പിന്നെ 1 മന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നില്ല. റെഗുലർ ആയിട്ട് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എക്സസൈസ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ ഒരു മന്തിലെ കാര്യം പറയുന്നെങ്കിലും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ക്ലീൻ ഈറ്റിംഗ്. നമ്മൾ എക്സസൈസിന്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു നല്ല ഹാബിറ്റാണ്, അല്ലെങ്കിൽ ഒരു നല്ല തീരുമാനമാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം വളരെ പ്യൂർ ആൻഡ് ക്ലീൻ ആയിരിക്കും എന്നുള്ളത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര ക്ലീൻ ആയിരിക്കണം എന്നല്ല, അതെല്ലാം നമ്മൾ എല്ലാവരും കഴിക്കുന്നത് അങ്ങനെ തന്നെ. പക്ഷേ നീ കഴിക്കുന്ന ഭക്ഷണം അത് ബർഗറും പിസയും ആണെങ്കിൽ അതൊരിക്കലും നിന്റെ ബോഡിക്ക് ക്ലീൻ അല്ല, അല്ലെങ്കിൽ ക്ലിയർ അല്ല. എനിക്ക് അതിന് രീതിയിൽ ന്യൂട്രീഷൻസും എല്ലാം അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും എന്താ പറയണ്ട, ആ ഒരു കാര്യത്തിൽ അറിവുള്ളവരാണ്. ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ക്ലീൻ ഈറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കാട്ടോ. ഞാൻ എക്സസൈസ് എന്ന് പറയുന്നത് ഭയങ്കര മടി പിടിച്ചൊരു കാര്യം എനിക്ക് ഇപ്പം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് അധികം ഭയങ്കര ഫുഡിയാണ്. പക്ഷേ റെഗുലർ ലൈഫിൽ അങ്ങനെ ഭയങ്കര ഒരുപാട് ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ല, എല്ലാം കുറച്ച് പോർഷൻ മതി. അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറ്റിൽ കൺട്രോൾ ആവാം, പോർഷൻസ് കൺട്രോൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് പോർഷൻ കൺട്രോൾ ചെയ്തിട്ടും എൻ്റെ വെയിറ്റ് വലിയ രീതിയിൽ ലോസ് ആവുന്നില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ പോർഷൻസ് കൺട്രോൾ ചെയ്താൽ മാത്രം വെയിറ്റ് കുറയുന്ന ആരും വിശ്വസിക്കരുത്. അതിൻ്റെ കൂടെ എക്സസൈസും വരും. നമ്മൾ കഴിക്കുന്നതും ഇല്ല കലോറിയും കൂടെ കളയുമ്പോൾ മാത്രമേ നമുക്ക് എന്തായാലും വെയിറ്റ് ലോസ് സംഭവിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് വെയിറ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ബോഡിയിൽ എവിടെയും ഫാറ്റ് അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ റെഗുലർ ലൈഫിൽ ഇപ്പോൾ ഒരു ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു ആൾക്കാരെ എന്തായിക്കോട്ടെ എല്ലാവർക്കും എക്സസൈസ് മസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ കൂടെ നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനി പറയാൻ പോകുന്ന ഈ 2 മാസമായിട്ട് ഇനി എടുക്കേണ്ട ഹാബിറ്റ്സ് എന്ന് പറയുന്നത് രണ്ടും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾ പുറമേ കാണുന്നത് മാത്രമല്ല, നമ്മുടെ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ എപ്പോഴും ഫിറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി പറയാനുള്ളത് ബുക്ക് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. എൻ്റെ ലൈഫിലൊക്കെ അത് ഒരുപാട് അത്യാവശ്യത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ വാങ്ങി വെച്ച ഒരുപാട് ബുക്സ് എനിക്ക് ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എനിക്ക് ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു വിഷമാട്ടോ. കാരണം ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കുറെ ബിസിയായി. അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോ പകുതി വെച്ചൊക്കെ അത് വായിക്കാൻ എനിക്ക് ആദ്യത്തേക്ക് നമ്മൾ
നമ്മളിങ്ങനെ റെഗുലറായിട്ട് അത് വായിക്കുമ്പോഴേ നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കുറച്ച് മുന്നേ ഇപ്പോൾ വായിച്ചു വെച്ച് അതിന്റെ ബാക്കി എടുത്ത് വായിക്കാൻ ഇനി പറ്റില്ല. ഇനി ബുക്കൊക്കെ എനിക്ക് റീഡിങ് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 3 ബുക്ക് അങ്ങാറ്റും ഇപ്പോഴും പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അതൊക്കെ എൻ്റെ കുറേ പെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. സമയമില്ലായ്മ അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു ഹാബിറ്റ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. അതേപോലെ ഇനി അങ്ങനെയൊന്നും ഇല്ലാത്ത ഹാബിറ്റ്സ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാട്ടോ. വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ചിന്തകളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബുക്കുകൾ ഉണ്ട് കേട്ടോ. ഒരുപാട് ബുക്കുകൾ നമുക്കത് വായിക്കുമ്പോഴേ, ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ആടുജീവിതം എന്ന് പറഞ്ഞ ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട് കേട്ടോ. ആടുജീവിതം എന്ന് പറഞ്ഞ ഫിലിമിൽ എനിക്ക് കംപ്ലീറ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ വായിച്ചത് ഒരു വലിയ എന്തോ ഒന്നും, ഞാൻ കണ്ടത് വളരെ ചെറുതായ ഒന്നും. അതില് പൃഥ്വിരാജിന്റെ ഒക്കെ ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ ഇതാണ്. പക്ഷെ നമ്മുടെ ബുക്ക് ഭയങ്കര വൈൽഡായിട്ട് അത് എന്റെ ഇമേജിൻ ആയിരിക്കാം. എന്റെ ഇമേജിന് അത്ര ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഫിലിമായിട്ട് നമ്മൾ കാണുമ്പോൾ വളരെ ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ പറ്റുള്ളൂ. കാരണം ഫിലിം നമുക്കൊരു ദിവസത്തേക്കൊന്നും എടുക്കാൻ പറ്റില്ല, 2 മണിക്കൂറിൽ ഒതുങ്ങണ്ടേ. അപ്പോൾ ബുക്ക് റീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനെയും നമ്മുടെ ചിന്തകളെയൊക്കെ വളർത്താൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതില്ലാത്തവരാണെങ്കിൽ അത് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ മറന്നുപോയി അല്ലെങ്കിൽ ടൈം ഇല്ലാതെ പോയ ആൾക്കാരാണെങ്കിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ആ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടി തുടങ്ങും കേട്ടോ. നിങ്ങളിപ്പോൾ മോർണിംഗിൽ എഴുന്നേറ്റ് ശീലമായി, ഹാബിറ്റ് ആയല്ലോ. ആ ഹാബിറ്റിൽ നിങ്ങൾക്ക് ഒരു ദിവസവും 1 മണിക്കൂർ നേരത്തോടെ നിങ്ങൾ എഴുന്നേൽക്കുന്നത്, ഈ 1 മണിക്കൂർ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയിട്ട് ഓരോ മാസവും ആ ഓരോ മണിക്കൂറും നിങ്ങൾക്ക് കിട്ടിയത് വലിയൊരു ടൈമാണ്. അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. റീഡിംഗ് എന്ന് പറയുന്ന കാര്യം ആ സമയത്ത് ഒരു ഹാഫ് ആൻ അവർ ഞാൻ റീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. റീഡിങ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ മുന്നേ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ 1/2 മണിക്കൂർ റീഡിങ്ങും 1/2 മണിക്കൂർ എക്സസൈസ് ഒക്കെ ആയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം ശരിയില്ല എന്ന് വെച്ചിട്ട് ഒന്നും മാറിപ്പോവില്ല. നിങ്ങളുടെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഹാബിറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ റീഡിങ് ഇല്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യാനും, റീഡിങ് ഉണ്ടായിരുന്നതും അത് സമയ സാഹചര്യം കൊണ്ട് വീണുപോയത് ആൾക്കാരാണെങ്കിൽ അത് റീഡിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി തുടങ്ങാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇനി അടുത്ത മന്ത് ചെയ്യാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് എന്ന് പറയാൻ, ഇതൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം കേട്ടോ. പക്ഷേ മടി പിടിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. അപ്പൊ ആ ഒരു ലാസ്റ്റ് മന്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്കതൊരു ഡിസംബർ ഒക്കെ ആയിരിക്കും, ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി പേര് അത് ഇപ്പോഴും ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അത് റെഗുലർ ആയിരിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം റെഗുലർ ജേർണൽ റൈറ്റിംഗ് ഇല്ല കേട്ടോ. പക്ഷെ ജേർണൽ റൈറ്റിംഗ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ മെന്റൽ ഹീലിങ്ങിന് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ്. പക്ഷെ അത് റെഗുലർ ആയിട്ട് ഡേ ബൈ ഡേ എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. കാരണം എനിക്ക് സമയം തികയാറില്ല. അതേപോലെ തന്നെ സമയം തികയല്ല മാത്രമല്ല, ചില സമയങ്ങളിൽ എനിക്ക് പെണ്ണെടുത്ത് വെച്ചിരുന്നാൽ ഒന്നും എഴുതാൻ ഉണ്ടാവില്ല, എനിക്കൊന്നും എഴുതാൻ വരാറില്ല. കാരണം അന്നത്തെ ദിവസം എനിക്കൊരു റെഗുലർ ഡേ ആയിരിക്കാം. പ്രത്യേകിച്ച് ഒന്നും എനിക്ക് അങ്ങനെ എഴുതാനാണ് ഇഷ്ടം, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാനാണ് ഇഷ്ടം. അല്ലാതെ വെറും നോർമൽ രീതിയിൽ എഴുതുന്നത് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളായത് കൊണ്ടായിരിക്കാം എനിക്ക് ഡെയിലി. പക്ഷെ ജേർണൽ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് റെഗുലർ ആയിട്ട് ചെയ്യാറില്ല. അപ്പൊ റെഗുലർ ആയിട്ട് ടോപ്പിക് വൈസ് ആക്കി എടുത്തിട്ടൊക്കെ എഴുതാൻ പറ്റും. നമുക്ക് ഒരുപാട് ആർട്ടിന്റെയോ അങ്ങനത്തെ രീതിയിലൊക്കെ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ജേർണലിംഗ് ഒരുപാട് തലത്തിലുണ്ട്, അതൊക്കെ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും ജേർണലിൽ ഒന്നും എഴുതാനില്ല അല്ലെങ്കിൽ ഒന്നും ഇതിൽ ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ജേർണലിംഗ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചെയ്യാം. ഒരുപാട് ജേർണലിംഗിന്റെ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് പോയി നോക്കാം, അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നും അല്ലെങ്കിൽ ജേർണലിംഗ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടതെന്നും ജേർണലിംഗ് കൊണ്ട് സ്വയം എനിക്ക് പേഴ്സണലി എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും ഞാൻ മെന്റലി എൻ്റെ മെന്റലി ട്രോമാസും ടെൻഷൻസും ഒക്കെ ഞാൻ ജേർണലിംഗ് കൊണ്ട് എങ്ങനെ ഹീൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആരും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പണ്ടുള്ള ആൾക്കാരെല്ലാം പറയില്ലേ ഡയറി എഴുതാറുണ്ടെന്ന്, അതേപോലത്തെ ഒരു കാര്യം തന്നെയാണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. ഇതും ട്രൈ ചെയ്യാം കേട്ടോ. അതിന്റെ കൂടെ തന്നെ ആഡ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ചെയ്യണം. അഫിമേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ ചെയ്യുക. ഓരോന്നായിട്ട് ജേർണലിംഗ് റൈറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ വരും. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് മറ്റൊരു ജേർണലിന്റെ ഒന്നും ആവശ്യമില്ല. അതിൽ തന്നെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടും ഓട്ടോമാറ്റിക്കലി അതൊക്കെ വരും കേട്ടോ. അതിന്റെ വീഡിയോ, ജേർണലിംഗിന്റെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്റെ ചാനൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു മാസം, ഇനിയത്തെ 6 മാസം അല്ലെങ്കിൽ 5 മാസം, ഒരു മാസം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഹാബിറ്റുകൾ കേട്ടോ. തീർച്ചയായിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ലൈഫിന് ഒരു ചേഞ്ച് വേണം അല്ലെങ്കിൽ ഒരു വ്യത്യാസം വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഇയർ എൻഡിൽ സ്റ്റാർട്ട് ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇനി 6 മാസമുണ്ട്, ഇനിയും മാസങ്ങളുണ്ട്. ഈ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം.
ഈ മാസം ഡിസംബർ എൻഡിൽ തീരുന്ന ഒരു കാര്യമല്ല, എല്ലാം അങ്ങ് ലോങ് ആയിട്ട് പോകേണ്ടതാണ്, ജീവിതകാലം മുഴുവൻ വേണ്ടുന്നതാണ്. ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനും ട്രൈ ചെയ്യാം, ഇടയ്ക്കൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻ്റെ ഈ ഒരു കാര്യങ്ങൾ, ചലഞ്ചൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.